ആ മുനാഫിക്കീങ്ങൾ നബിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഭൂമി ലോകത്ത് ആദ്യമായി റസൂലുള്ളാഹിന്റെ കരം കൊണ്ട് എടുപ്പിച്ച പള്ളി ഉണ്ടായിട്ട് തൊട്ടടുത്ത് അടുപ്പ് കൂട്ടിയതുപോലെ പള്ളി ഉണ്ടാക്കുന്നത് വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ചിത്രതയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ ആ പള്ളിയിൽ പോയി ലാ തഖും ഫീഹി അബദ, ഒരിക്കലും അങ്ങ് നിസ്കരിച്ചു കൊടുക്കരുത്, നിസ്കരിക്കരുതെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയുകയാണ്. നബിയെ അങ്ങ് നിസ്കരിക്കേണ്ട പള്ളി അങ്ങ് ഉദ്ഘാടനം ചെയ്ത ഇതുപോലുള്ള പള്ളികളിൽ വെച്ചാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീന അതിർത്തിയിലെത്തിയപ്പോൾ മദീനക്കാർ വലിയ സ്വീകരണം നൽകി. ശേഷം ഹബീബ് റസൂലുള്ളാഹി ഖുബായിൽ എത്തിയപ്പോൾ അവിടെ പള്ളി പണിത് 3 ദിവസം അവിടെ താമസിക്കുകയും ശേഷം മദീനയിലേക്ക് പുറപ്പെട്ടു. ഓരോ ഗോത്രക്കാരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുകയാണ്. ഞങ്ങൾ കബീലയിൽ ഇറങ്ങണം, എന്ത് സംരക്ഷണവും അങ്ങേക്ക് നൽകാൻ ഞങ്ങൾ റെഡിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഒട്ടകത്തിന് പ്രത്യേക കൽപ്പനയുണ്ട്, അതെവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ. മഅ്മൂറുൻ ലഹ, അതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങേണ്ട സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ആണ് ഇപ്പോൾ മസ്ജിദ് നബവി നിൽക്കുന്നത്. ഈ സ്ഥലം സഹ്ൽ, സുഹൈൽ എന്ന് പറയുന്ന 2 യതീമക്കളുടെ സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ഹിബത്തായി കൊടുക്കാൻ അവർ റെഡിയായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതിന് പണം നൽകണം എന്ന് പറഞ്ഞ് 10 ദീനാർ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വാങ്ങുകയായിരുന്നു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്താണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസമാക്കിയത്. ആ മുട്ടുകുത്തിയ സ്ഥലത്താണ് ഇന്ന് പച്ചക്കുബ്ബ നിൽക്കുന്നത്. അതിന് നേരെ അപ്പുറത്ത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഈ അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് യമൻ രാജ്യം ഭരിച്ചിരുന്ന തുബ്ബ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മദീന പിടിച്ചെടുക്കാൻ വേണ്ടി വന്നു. വലിയ സൈന്യത്തോടു കൂടിയാണ് വന്നത്. അങ്ങനെ മദീനത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ രോഗം പിടിപെട്ടു. കൂടെ 500ഓളം ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, വേദഗ്രന്ഥങ്ങൾ അറിയുന്ന. അവരിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ പണ്ഡിതൻ പറഞ്ഞു, ഈ രോഗത്തിന് കാരണം ഈ രാജ്യത്തെ നിങ്ങൾ അനാദരിച്ചതുകൊണ്ടാണ്. ഇത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ രാജ്യമാണ്. ഇതിനോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ രാജാവ് ഖേദിച്ച് മടങ്ങുകയും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈ ആലിം നിർദ്ദേശിച്ചു, ഞങ്ങൾ ആലിമീങ്ങളായ ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് തങ്ങുകയാണ്, നിങ്ങളോടൊപ്പം തിരിച്ച് ഞങ്ങൾ പോരുന്നില്ല, ഈ രാജ്യത്ത് താമസിക്കുകയാണ്, ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഹബീബിനെ കിട്ടിയാലോ എന്ന് പറഞ്ഞ് അതാ ആലിമീങ്ങൾ മുഴുവനും അവിടെ താമസിക്കാൻ റെഡിയായപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കൊക്കെ ഞാൻ ഓരോ വീട് എടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഓരോ വേലക്കാരെയും വെച്ചു കൊടുത്തു, വീടും എടുപ്പിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ആ വലിയ പണ്ഡിതന് നല്ലൊരു വീടെടുപ്പിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാനുള്ള നബിത്തങ്ങൾക്കുള്ള വീടാണെന്ന് പറഞ്ഞ് ആധാരം എഴുതിയിട്ട് ആ വലിയ പണ്ഡിതന് കൊടുത്തു. ആ പണ്ഡിതന്റെ മകന്റെ മകനായി വന്ന ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഈ ആധാരം മുറുക്കി പിടിച്ചും കൊണ്ട് അതാ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കുകയാണ്. ഈ വീടിന്റെ ഉടമ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ തന്നെയാണ്. അവിടെയാണ് ഒട്ടകം മുട്ടുകുത്തിയിട്ടുള്ളത്. ഈ പള്ളിക്ക് തർക്കല്ലിട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതെന്റെ പള്ളിയാണ്, ഈ പള്ളി വിപുലീകരിച്ച് യമനിലെ സൻആ വരെ എടുപ്പിച്ചാലും അതെല്ലാം എൻ്റെ പള്ളി തന്നെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇജ്റയിൽ അല്പം കൂടി വിപുലീകരിക്കേണ്ടി വന്നു. നബിത്തങ്ങളെ കാലത്തുള്ള പള്ളി പ്രത്യേകമായി അവിടെ രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹദ്ദു മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തൂണ് നിങ്ങൾക്ക് പ്രത്യേകം അവിടെ കാണാം. ആ തൂണുകൾ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് വരെ ഉള്ളതാണ് നബിയുടെ കാലത്തുള്ള പള്ളി. ആ പള്ളിയുടെ ശ്രേഷ്ഠത പിന്നീട് എടുപ്പിച്ച മറ്റൊരു പള്ളിക്കും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മദീന സന്ദർശനത്തിന് വരുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളി ഏതാണെന്ന് അന്വേഷിക്കാറുണ്ട്. അവർക്കിതാ ഈ
തൂണുകൾ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് വരെ ഈ തൂണിന്റെ നമ്പറുകൾ 40 തൊട്ട് 49 വരെയാണ്. ഈ നമ്പർ ഉണ്ടാകുക തൂണിന്റെ പിൻഭാഗത്ത് ചെറുതായിട്ടാണ്. അപ്പോൾ 40 തൊട്ട് 41 വരെയുള്ള തൂണിന്റെ മുകളിൽ ഹദ്ദു മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിന്റെ അതിർത്തിയാണ് എന്ന് എഴുതി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള പള്ളിയിലേക്ക് കയറിയാൽ ആദ്യം നിങ്ങളൊരു മെഹ്റാബ് കാണും. ആ കാണുന്ന മെഹ്റാബ് സുലൈമാനി എന്ന പേര്. അത് പിന്നീട് എടുപ്പിച്ചതാ. ഹിജ്റ 980 ഒരു സുലൈമാൻ രാജാവ് എടുപ്പിച്ചിട്ടുള്ളതാണ്. ഒരു പ്രത്യേകതയും ഇല്ല. ആളുകൾ അവിടെ തിക്കും തിരക്കും കൂട്ടി നിസ്കരിക്കുന്നത് നിങ്ങൾ കാണും. പക്ഷേ ഒരു പ്രത്യേകതയും അതിനില്ല. നേരെ ഇപ്പുറത്ത് മിമ്പർ നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെ സ്ഥാനത്താണത്. റസൂലുള്ളാഹി പറഞ്ഞു, മിമ്പരി അലൽ ഹൗദ്, എൻ്റെ മിമ്പർ ഹൗദിന്റെ മുകളിലാ. ഒട്ടനേകം ഹദീസുകൾ എന്തെല്ലാമാണ് അവിടെ നമുക്ക് സ്മരിക്കാനുള്ളത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണം വരെ ഖുത്ബ ഓതിയ സ്ഥലം. നേരെ അപ്പുറം മറ്റൊരു മെഹ്റാബ് കാണാം. അതാണ് മെഹ്റാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മെഹ്റാബില്ലെങ്കിലും മുസല്ലുൻ നബിയാണ്. ആ മുസല്ലുൻ നബിയിലാണ് മെഹ്റാബ് ഉണ്ടാക്കിയത്. നബി തങ്ങളുടെ മുസല്ല ആ മെഹ്റാബിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച സ്ഥലത്ത് ഇന്ന് ബർക്കത്തിന് വേണ്ടി പലരും അവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. വളരെ പ്രതിഫലം കിട്ടുന്നതും അതിമഹത്തായതുമാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ റബ്ബിന് സുജൂദ് ചെയ്ത ജനങ്ങൾക്ക് ഇമാമായി നിന്ന് സുജൂദ് ചെയ്ത സ്ഥലം വളരെ പ്രതിഫലം അറിയിക്കുന്നതാണ്, വളരെ ബർക്കത്തുള്ളതും ആണ്. മുന്നോട്ട് കുറച്ച് പള്ളി എടുപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം മെഹ്റാബ് ഉസ്മാനി. ഇന്നത്തെ ഇമാമുകൾ നിൽക്കാർ ആ മിഹ്റാബിലാണ്. ആ മെഹ്റാബും ആ പള്ളിയും പിന്നീട് എടുപ്പിക്കപ്പെട്ടതാണ്, നബിയുടെ കാലത്തുള്ളത് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ ബൈന ബൈതി വമിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബർ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണ്. എൻ്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠത കൈഭാരിയത്തിനില്ല, അജറുൽ അസ്വദിനില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, വഅഫ്ളലു മിൻ സമാവാത്തിൻ വഅർളി വഅഫ്ലാകിൻ വഅംലാകിൻ തജൂരു എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ആകാശഗോള നക്ഷത്ര എല്ലാത്തിനേക്കാളും, അള്ളാഹുവിന്റെ അർസിനേക്കാൾ, അള്ളാഹുവിന്റെ കുർസിനേക്കാൾ, കൈഭാര്യത്തിനേക്കാൾ ഒക്കെയും ശ്രേഷ്ഠത ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച മണ്ണിനാ. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, മാ ബൈന ഖബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇമാം ബൈഹഖി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മാ ബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതേസമയം ഈ ഹദീസ് ഉദ്ധരിക്കാൻ വേണ്ടി ഇമാം ബുഖാരി ബാബിടുന്നത് ബാബു മാ ബൈന ഖബരി വമിംബരി എന്നാണ്. അപ്പൊ ഈ ഹദീസിനെ ഇമാം ബുഖാരിയും അംഗീകരിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ ഖബർ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. സ്വർഗം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അതിലപ്പുറം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതാ പറയേണ്ടത്. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സ്ഥലം, അതാണല്ലോ സ്വർഗം. സ്വർഗത്തിലെത്തിയ ഒരാൾ എന്ത് ആഗ്രഹിച്ചാലും ഉത്തരമാണ്. അതിലപ്പുറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനം. ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായ രേഖപ്പെടുത്തുന്നത് കാണാം. ഇബ്നു ജറ റളിയല്ലാഹു അൻഹു 6 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നുകൊണ്ട് സ്വർഗത്തോപ്പിലേക്ക് വരുന്നു. സ്വർഗത്തോപ്പിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയെ, എന്നെ അതിഥിയായി സ്വീകരിക്കണം. വല്ലാത്ത വിശപ്പുണ്ട്, 6 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഒരു തൂണിനെ ചാരിയിരുന്നു, ഉറങ്ങിപ്പോയി. ഉറക്കണ്ണിൽ റസൂലുള്ളാഹി വന്നിട്ട് നല്ല മധുരമുള്ള പത്തിരി കൊടുക്കുന്നു. അത് ഇബ്നു ജനാ റളിയല്ലാഹു അൻഹു തിന്നുകയാണ്. പകുതിയായപ്പോഴേക്ക് നെട്ടിയുണർന്നു. ബാക്കി പകുതി പത്തിരി ഉണർവിൽ ഇബ്നു ജനാ റളിയല്ലാഹു അൻഹു തിന്നുന്ന സംഭവം ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും
ആഗ്രഹിച്ചാലും ഉത്തരം കിട്ടുന്ന സ്ഥലം, അതാണ് സ്വർഗത്തോപ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ പിരിപ്പ് പ്രത്യേക കളറാ, മറ്റുള്ളതൊക്കെ ചുമപ്പാണ്. ഇവിടെ ഗ്രീൻ കളർ എന്നാണ് പറയാറ്. വെള്ളയിൽ പച്ചപ്പുള്ളിയുള്ള ഒരു തരം പിരിപ്പാണ് അവിടെയുള്ളത്. ഈ പച്ചപ്പിരിപ്പിൽ കാണുന്ന 3 വരി തൂണുകൾക്കാണ് റൗള എന്ന് പറയുന്നത്, എൻ്റെ ഖബർ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത്. ആ 3 വരി തൂണുകൾക്കും മാർബിളാണ് ഉണ്ടാവുക, വെള്ള മാർബിൾ. പിന്നിലുള്ള ഒരു തൂണുകൾക്കും മാർബിൾ ഉണ്ടാവുകയില്ല. ഇതിന്റെ ഇടയിലാണ് ലഭിക്കേണ്ടത്. ആദ്യ വരി തൂണ് വലിയ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക കളറാണ്. അതിൽ നടുക്കുള്ള തൂണ് 119 ഉസ്തുവാനത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ തൂണിന്റെ മഹത്വം പുറത്തുവിട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ തൂണിന്റെ മഹത്വം ആരെങ്കിലും ഗ്രഹിച്ചാൽ അത് കിട്ടാൻ വേണ്ടി വളരെ ശ്രമം നടത്തും. അങ്ങനെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നറുക്കെടുപ്പിലൂടെ അവിടെ ആളെ തീരുമാനിക്കേണ്ടി വരും എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 19ഓളം സഹാബിമാർ ഒരു ഭാഗത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്നത് കണ്ടു. സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളാ ഇരിക്കുന്നത് ഉസ്തുവാനത്ത് ആയിഷയുടെ പിന്നിലാണെങ്കിൽ, ആ തൂണിന്റെ പിന്നിലാണെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട്. ഹബീബ് റസൂലുള്ളാഹി 2 മാസക്കാലം അവിടുന്ന് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട്. നബിയുടെ നെറ്റിത്തടം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണത് എന്നൊക്കെ പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു. പിന്നീട് ഈ 19 പേരെയും അവിടെ തന്നെ കാണാമായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഈ തൂണിന്റെ മരട്ട് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഉസ്തുവാനത്തുൽ മുഹാജിർ എന്നും പേരുണ്ട്. നേരെ ഇപ്പുറം ഖബർ ഷരീഫിലേക്ക് രണ്ടാമത്തെ തൂണ് 129. ഈ 129 നമ്പർ തൂണിന്റെ പേര് ഉസ്തുവാനത്തു തൗബ എന്ന. തൗബ സ്വീകരിക്കാൻ മാത്രം പര്യാപ്തമാണ് ആ തൂണിന്റെ മഹത്വങ്ങൾ. അതുകൊണ്ടാണ് അതിന് ഉസ്തുവാനത്തു തൗബ എന്ന് പേര് വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ തൂണിന്റെ മരട്ടേക്കിരിക്കും. ആ സമയത്ത് അഹ്ലുസുഫയുടെ അലുകാർ, അബൂ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വട്ടം കൂടിയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തലേന്ന് ഓതിക്കേൾപ്പിച്ച ആയത്തുകളൊക്കെയും അവരെ പഠിപ്പിക്കും. അങ്ങനെ നബി തങ്ങളുടെ ദർസ് കൊണ്ട് അറിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഉസ്തുവാനത്തു തൗബ എന്ന് പറയുന്ന ഈ തൂൺ. ഈ തൂണിന് ഉസ്തുവാനത്തു അബൂ ലുബാബ എന്നും പേരുണ്ട്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ ചെറിയൊരു അപാകത, നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യാറില്ല, തെറ്റ് ചെയ്യുന്നവരല്ല. പരിശുദ്ധ ഖുർആൻ ഹദീസൊക്കെ അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കൽ നിന്ന് ചെറിയൊരു അപാകത സംഭവിച്ചു പോയി. ഉടനെ തന്നെ തൻ്റെ ശരീരം ഈ തൂണിന് കെട്ടി വരഞ്ഞിട്ടിട്ട് പ്രഖ്യാപിക്കുന്നു, ഹബീബ് റസൂലുള്ളാഹി വന്നിട്ട് എൻ്റെ ഈ കെട്ട് അയച്ചു തരുന്നത് വരെ, അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന് അറിയിക്കുന്നത് വരെ ഞാൻ ഈ കെട്ടയക്കുകയില്ലെന്ന് പറഞ്ഞ് തൻ്റെ ശരീരത്തെ ഈ തൂണിന് വരഞ്ഞു കെട്ടിയിട്ടിരുന്നു. അങ്ങനെ 19 ദിവസത്തോളം ഈ തൂണിന്റെ മരട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. സൂറത്തു തൗബയിലെ ഒരു ആയത്തിലൂടെ അല്ലാഹു തആല അദ്ദേഹത്തിന് തെറ്റ് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് ആ കെട്ടയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉസ്തുവാനത്തു സരീർ ഖബർ ഷരീഫിലേക്ക് ചേർന്നിട്ട് ആദ്യം കാണുന്ന തൂണിനാണ് ഉസ്തുവാനത്തു സരീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കട്ടിലിട്ട് ആ തൂണിലേക്ക് ചാരിയിരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉസ്തുവാനത്തു സരീർ എന്ന് പേര് വരാനുള്ള കാരണം. നേരെ ഇപ്പുറം ഉസ്തുവാനത്തു അർസ്, വല്ലാഹു യസ്മുക മിനന്നാസ് എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഇറങ്ങിയത് ഈ തൂണുമായി ബന്ധപ്പെട്ടിട്ടാ. ആ തൂണിരിക്കുന്ന സ്ഥലത്ത് ഒരു വാതിലും ഉണ്ടായിരുന്നു. അവിടെ അലി റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്ത് നബി തങ്ങൾക്ക് കാവലായി നിൽക്കും. അതുകൊണ്ടാണ് ഉസ്തുവാനത്തു അർസ് എന്ന് പേര് വരാൻ കാരണമെന്ന്
മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഉസ്തുവാനത്ത് വുഫൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൂണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ പിൻഭാഗത്തായിട്ടാണ്. അവിടെ വെച്ചും കൊണ്ടാണ് രാജാക്കന്മാരുടെ പ്രതിനിധികൾ നബിത്തങ്ങളുമായി ചർച്ച നടത്താറ്. അതുകൊണ്ടാണ് ഉസ്തുവാനത്ത് വുഫൂദ് എന്ന് പേര് വരാനുള്ള കാരണം. ഈ തൂണിന്റെ അടുത്ത് വെച്ച് ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. ഉഖ്റുജ് യാ മുഹമ്മദ്, മുഹമ്മദ് അങ്ങോട്ട് ഇറങ്ങി വാ. ഒരു സാധാരണക്കാരെ വിളിക്കുന്ന പോലെ അദബില്ലാതെ വിളിച്ചു. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓതി കേൾപ്പിക്കുക. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. വീട്ടിന്റെ പുറത്ത് വെച്ച് വിളിക്കുന്നവരിൽ അധിക പേരും ബുദ്ധിയില്ലാത്തവരാണ്. തങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നല്ലത് അതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും ആണ്. ഇതിനു ശേഷം മജ്ലിസുൽ ഖിലാദ എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. കാരണം ബനു ഹാഷിമിലെ മറ്റുള്ള വലിയവരും ശ്രേഷ്ഠന്മാരുമായ സ്വഹാബത്ത് ഈ തൂണിനടുത്തായിരുന്നു ഇരിക്കാറുള്ളത്. ഈ സംഭവത്തിന് ശേഷം വലിയ മഹത്തുക്കളായ ആളുകൾ മാത്രമാണ് ഈ തൂണിന്റെ അടുത്ത് പിന്നീട് ഇരുന്നിരുന്നത്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1 നമ്പർ ഗേറ്റ് ബാബുസ്സലാം. ആ ബാബുസ്സലാമിലൂടെയാണ് തിക്കും തിരക്കുമുള്ള സമയത്ത് നബിത്തങ്ങളോട് സലാം പറയാൻ പോകേണ്ടത്. ആ വഴിയിലൂടെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഭാഗത്ത് എത്തും. അവിടെ എത്തിയാൽ ഖബർ ഷരീഫിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആദ്യം ഒരറ കാണും. ആ അറയിൽ 2 തുളയുണ്ട്. അതല്ല, രണ്ടാമത്തെ അറ വലിയ പിച്ചള കൊണ്ടുള്ള തുള. ആ തുളക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഉള്ളത്. നേരെ താഴോട്ട് നോക്കിയാൽ നബിയുടെ മുഖത്തിന് നേരെ നമ്മുടെ മുഖം പെടും. ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യ നിമിഷമാണത്. അവിടെ നിന്നാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് നാം സലാം പറയേണ്ടത്. നമ്മുടെ നാടുകളിൽ ഒക്കെ വെച്ച് അത്തഹിയാത്തിലൂടെ നാം സലാം പറയാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. എന്നാൽ ഇതാ ആ നബി തങ്ങളുടെ മുൻഭാഗത്ത് വെച്ച് സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയാണ്. അല്പം മുന്നോട്ട് മാറി രണ്ടാമത്തെ തുള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിന് നേരെയാണ്. നേരെ ഇപ്പുറം മൂന്നാമത്തെ തുള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖത്തിന് നേരെയാണ്. നാൽപ്പത്തി ഒന്നാമത്തെ ഗേറ്റ് ബാബു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയിലേക്ക് വഴിയുമായി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ബാബു ജിബ്രീൽ എന്നതിന് പേര് വരാൻ കാരണം. ബാബു ജിബ്രീലിലൂടെ കടന്നാൽ ഹുജറത്ത് ഫാത്തിമയുടെ പിന്നിലായിട്ട് ചെറിയ ഒരു തിണ കാണാം. അതാണ് മെഹ്റാബു തഹജ്ജുദ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തഹജ്ജുദ് നിസ്കരിച്ച സ്ഥലമാണത്. നേരെ ഇപ്പുറം വലിയൊരു തിണ കാണാം. അതാണ് അഹ്ലുസ് സുഫയുടെ താമസസ്ഥലം. സുഫത്തിന്റെ അയൽക്കാർ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു. ബാബു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിലേക്കുള്ള വാതിലുണ്ടായിരുന്നത് ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്കുള്ള എല്ലാ ആളുകളുടെയും വാതിലെടുക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ ഒരിക്കലും അടിച്ചു കളയരുത്. സിദ്ദീഖ് എൻ്റെ കൂട്ടുകാരനാണ്,
എന്ന് മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹവാസത്തിലും സ്വത്തിലും എനിക്ക് ഏറ്റവും വിശ്വസ്തനായ സഹചാരി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എൻ്റെ സമുദായത്തിൽ നിന്നൊരു ഖലീലിനെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അബൂബക്കറിനെയാണ് ഞാൻ ഉണ്ടാക്കുക. പക്ഷേ ഇസ്ലാമിക സ്നേഹബന്ധമാണുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിലല്ലാതെ പള്ളിയിലേക്ക് ഇനി ഒരു വാതിലും ബാക്കിയുണ്ടാകരുത്. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാബുർ റഹ്മ. ഈ വാതിലിലൂടെ ഒരു വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറാബി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെ മുന്നിൽ നിന്നും കൊണ്ട് പറഞ്ഞു, നബി ഹൽക്കത്തിൽ അംവാലു ഇൻകത സുബ്രു എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി പറയുന്നു, നബിയെ മഴയില്ല, വഴികളൊക്കെ മുട്ടിപ്പോയി, ജീവിക്കാൻ മാർഗമില്ല, മൃഗങ്ങളൊക്കെ ചത്തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ദുആ ചെയ്യണം നബിയെ. ഉടനെ തന്നെ റസൂലുള്ളാഹി മേൽപോട്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മസ്ഖിനാ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നടത്തുന്ന സമയത്ത് ഞങ്ങൾ മേൽപോട്ട് നോക്കി, എവിടെയും മഴയുടെ ഒരു ലക്ഷണം ഞങ്ങൾ കണ്ടിരുന്നില്ല. ദുആ കഴിഞ്ഞതോടുകൂടി പരിചരൂപത്തിൽ മേഘം വന്ന് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. 6 ദിവസത്തോളം സൂചന ഞങ്ങൾ കണ്ടില്ല. പിറ്റേ വെള്ളിയാഴ്ച ഈ മനുഷ്യൻ, ഈ അറാബി ആ വാതിലൂടെ തന്നെ കടന്നു വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ ഈ മഴ ഒന്ന് നിർത്തിത്തരണം, ഒരാഴ്ച ചോരാതെ പെയ്ത ഈ മഴ ഒന്ന് നിർത്തിത്തരണം നബിയെ, ഞങ്ങൾക്ക് ആവശ്യമില്ല, മതിയായിട്ടുണ്ട്. ഉടനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയോട് ആവശ്യപ്പെടുന്നു, മഴ ആവശ്യമുള്ള രാജ്യത്തേക്ക് പോകുക, ഞങ്ങൾക്ക് മതിയെന്ന് മഴയോട് പറയുമ്പോൾ മഴ 4 ഭാഗത്തേക്കും പോകുന്ന രംഗം സ്വഹാബത്തിന് കാണാമായിരുന്നു. ഈ അത്ഭുതം നടന്നത് ഈ വാതിലിലൂടെ കടന്നു വന്ന ഒരു അഹ്റാബിയുടെ ആവശ്യപ്രകാരമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയിലെ ഖബർസ്ഥാനിയായ ജന്നത്തുൽ ബഖിയാണ്, ബഖിയുൽ ഓർക്കദ്. ബഖിയുൽ ഓർക്കദ് എന്ന് പേര് വരാൻ കാരണം ഓർക്കദ് മരം ധാരാളം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ബഖീൽ ഓർക്കദ് എന്ന് പേര് വരാൻ കാരണം. ഈ ഖബർസ്ഥാനിയിൽ 10,000 സ്വഹാബാക്കളുടെ മക്ബറകളുണ്ട്. ആ കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഖീൽ ഓർക്കദിന്റെ മധ്യത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. പഴയ കാലത്ത് വലിയ മക്ബറ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഇപ്പുറത്ത് കാണാം വളച്ചു കെട്ടിയ ഒരു ഖബർ. അത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. ഹലീമത്തു സഅദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുര കൊടുക്കുകയും 4 വർഷം നബിയെ നോക്കി വളർത്തുകയും ചെയ്ത ഉമ്മയാ. ഹലീമ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ തൊട്ടടുത്തായി ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ മക്ബറയുണ്ടായിരുന്നു. ഫാത്തിമ ബിൻത്ത് അസദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പോറ്റുമ്മയാണ്. ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി മയ്യത്ത് കുളിപ്പിക്കാനും എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞ് ആ ഉമ്മയും ചുമന്നും കൊണ്ട് ഖബർസ്ഥാനിയിൽ ചെന്ന് ഈ ഖബർസ്ഥാനിയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിരത്തി വെച്ചിട്ട് ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ഖബറിനോട് പറയുന്നു, ഖബറേ, എൻ്റെ ഉമ്മയാണ് വരുന്നത്, നീ ഒരക്രമവും കാണിക്കരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് ഖബറിനോട് സംസാരിക്കുന്ന രംഗം കാണാം. എന്നിട്ട് നബി തങ്ങളുടെ വസ്ത്രം അയച്ച് കുപ്പായം അയച്ച് ആ ഉമ്മക്ക് അണിയിച്ചു കൊടുത്തിട്ടാണ് ഉമ്മയെ ഖബറിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വെക്കുന്നത്. നബിയുടെ കരം കൊണ്ട് തന്നെ ആ ഉമ്മയെ കരഞ്ഞുകൊണ്ട് വെക്കുന്ന രംഗം കാണാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാണ് ഉമ്മയോടും പെറ്റുമ്മയോടും കുടുംബത്തോടൊക്കെയുള്ള സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബഖീൽ ഓർക്കദിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ മക്കൾ, മക്കളെ മക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് അഹ്ലുബൈത്ത് തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിമാർ തൊട്ട് ധാരാളം മഹാരഥന്മാരുടെ മക്ബറകളുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മക്ബറയുണ്ട്. അങ്ങനെ ഒട്ടനേകം മഹാരഥന്മാരുടെ മക്ബറകളെ കൊണ്ട് അറിയപ്പെട്ട ജന്നത്തുൽ ബഖയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദുൽ ഹറമിന്റെ ചുറ്റുഭാഗത്തുള്ള കുടകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂര നിയന്ത്രണ കുട. അങ്ങ് ദൂരത്തുനിന്ന് ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാം തുറക്കുകയാണ്. എല്ലാം ഒരേ സമയത്ത് പൂടുന്ന രംഗം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന രംഗമാണത്. അത് പൂടിക്കൊണ്ടിരിക്കുന്നതും തുറക്കുന്നതുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടകൾ പള്ളിക്ക് വല്ലാതെ ഭംഗി കൊടുത്തിട്ടുണ്ട്. പള്ളിയുടെ മുറ്റത്ത് വെച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ കുട വലിയ അനുഗ്രഹമാണ്, തണൽ ലഭിക്കുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, മുറ്റത്ത് നിന്ന് കാല് പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ, അതെല്ലാം ഇന്ന് മാറ്റിയെടുത്ത് മുറ്റത്തതാ കുടകൾ നിർമ്മിച്ചിരിക്കുന്നു. ദൂരനിയന്ത്രണ കുട വലിയ അനുഗ്രഹമാണ്. ഈ കുടകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല. ചുറ്റുഭാഗങ്ങളിലെല്ലാം കുടയായിട്ടുണ്ട്. ഈ കുടയുടെ പണി നടക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. നോക്കിയാൽ കാണാം, ഈ കുട മുകളിൽ ധാരാളം ആളുകൾ ഇരുന്ന് പണിയുന്നത് കാണുമ്പോഴാണ് ഈ കുടയുടെ പവർ ആർക്കും മനസ്സിലാകുക. ഒരു സാധാ കുടയല്ല. ആ കാണുന്ന ശീല സാധാ ശീലയല്ല. അതിന്റെ മുകളിൽ ഒരേ സ്ഥലത്ത് തന്നെ 2-3 ആളൊക്കെ നിൽക്കുന്നത് കാണാം.
خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون. മസ്ജിദ് അബൂദർ, മസ്ജിദ് സജദ എന്നും ഇതിന് പേരുണ്ട്. ഈ പള്ളി നിൽക്കുന്ന സ്ഥലം സാപ്റ്റിക്കോ സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹു വീടിന്റെ അടുത്തുള്ള അബൂദർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സ്ഥലത്ത് ദീർഘമായ സുജൂദിൽ കടന്നു. ഞങ്ങൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോ മറ്റോ സംഭവിച്ചോ. ദീർഘമായ സുജൂദ് എഴുന്നേൽക്കുന്നില്ല, യാതൊരു അനക്കവുമില്ല. ഞങ്ങൾ കരയാൻ തുടങ്ങി. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി തല ഉയർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ശുക്രായിട്ടാണ് ഈ ദീർഘമായ സുജൂദ് ചെയ്യാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തിരിച്ച് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് എനിക്ക് അറിയിക്കപ്പെട്ടപ്പോൾ അതിന് ശുക്രായി ഞാൻ സുദീർഘമായ സുജൂദ് ചെയ്തു. എനിക്ക് തല ഉയർത്താൻ തോന്നിയില്ല. എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു വർഷിപ്പിക്കുന്ന നിഅ്മത്തുകളും അനുഗ്രഹങ്ങളും ഞാൻ ഓർത്തും കൊണ്ട് അതിന് നന്ദിയായിക്കൊണ്ടാണ് ഞാൻ ഈ ദീർഘമായ സുജൂദ് ചെയ്യാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. മസ്ജിദുൽ ഖമാമ, മസ്ജിദുൽ മുസല്ല എന്നും ഇതിന് പേരുണ്ട്. മുസല്ല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പെരുന്നാൾ നിസ്കാരത്തിനും മഴ തേടുന്ന നിസ്കാരത്തിനും ഉള്ളതായിരുന്നു. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും മുസല്ലയിലേക്ക് പുറപ്പെടും. ആദ്യം നിസ്കരിക്കുകയും പിന്നീട് ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുകയും ചെയ്യും. ജനങ്ങൾ അണിയായി തന്നെ ഇരിക്കും. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നൽകും. ശേഷം സൈന്യത്തെ അയക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും. മറ്റ്
വല്ലതും കൽപ്പിക്കാനുണ്ടെങ്കിൽ അതും നിർവഹിക്കും, പിന്നീട് പിരിഞ്ഞു പോകും. ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. മുസല്ലാ പ്രദേശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കരിച്ചിരുന്നത്. അന്ന് ബിൽഡിംഗ് ഇല്ലാത്ത ഒഴിഞ്ഞ ഭൂമിയായിരുന്നു. പിന്നീട് ഗമാമ പള്ളിയുടെ സ്ഥാനത്ത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം സ്ഥലം നിർണയിക്കുകയായിരുന്നു. മസ്ജിദുൽ ഗമാമ, ഗമാമ എന്ന പേര് വരാൻ കാരണം മേഘം എന്നാണ് അർത്ഥം. ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് കുറേ ആളുകൾ വന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മിമ്പർ കൊണ്ടുവരാൻ. ആ മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽപോട്ട് നോക്കി ദുആ നടത്തി. ദുആ കഴിഞ്ഞ ഉടനെ ഈ പള്ളിയുടെ മുകളിലായി മേഘം കുന്നുകൂടാൻ തുടങ്ങി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, ശക്തമായ മഴ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ നടന്നത് ഈ മസ്ജിദുൽ ഗമാമ നിൽക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഗമാമ, മേഘം എന്ന് പേര് വരാൻ ഈ പള്ളിക്ക് കാരണം. ബാബുസലാമിന്റെ ഭാഗത്താണ് ഈ മുസല്ല പ്രദേശം. അവിടെ 4 പള്ളികൾ അടുപ്പിച്ച് നിങ്ങൾക്ക് കാണാം. അതിൽപ്പെട്ട ഭംഗിയുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഗമാമ. അതിന് നേരെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെയായി മസ്ജിദ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ മസ്ജിദ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കാണാം. അതെല്ലാം മുസല്ല പള്ളികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം വഹിച്ച പള്ളികളാണ്. നബിയുടെ നിസ്കാരം കൊണ്ട് അറിയപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് മുജിത്തുകളെ കൊണ്ടും അറിയപ്പെട്ട സ്ഥലമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഈ പള്ളി വരാൻ, ഒരു പള്ളി വരാൻ കാരണം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരം നടത്തിയത്. ഉമർ ഖത്താബിന്റെ പേരിൽ പള്ളി വരാൻ കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരം നടത്തിയത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. മസ്ജിദുൽ ഇജാബ, ഗൗസ് ഗോത്രത്തിലെ ബനൂ മുആവിയക്കാരുടെ പള്ളിയാണിത്. ആമിർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആലിയ പ്രദേശത്തു നിന്ന് വരുമ്പോൾ ബനൂ മുആവിയക്കാരുടെ പള്ളിക്കരികിലെത്തി. അതിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിച്ചു. ഞങ്ങളുടെ കൂടെയായിരുന്നു നിസ്കരിച്ചത്. അവിടുന്ന് ദീർഘനേരം ദുആ ചെയ്തു. പിന്നീട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു ഇപ്രകാരം പറഞ്ഞു, ഞാൻ റബ്ബിനോട് 3 കാര്യം ചോദിച്ചു. 2 തന്നു, 1 തന്നില്ല. ക്ഷാമം കാരണമായി എൻ്റെ സമുദായത്തെ നീ നശിപ്പിക്കരുതേ. അതിനുത്തരം തന്നു. എൻ്റെ സമുദായത്തെ 1 വെള്ളപ്പൊക്കത്തിൽ നീ നശിപ്പിക്കരുതേ. അതിനും ഉത്തരം നൽകി. മുസ്ലിങ്ങൾ പരസ്പരം കൊല നടത്തില്ലെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനുത്തരം നൽകിയില്ല. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام
والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان മസ്ജിദുൽ കിബ്ലത്തൈനി. ഈ പള്ളിയുടെ പേര് കിബ്ലത്തൈനി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് നിസ്കരിച്ചത് കഅബാരത്തിന് തിരിഞ്ഞ. മദീനത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിക്കണം എന്നാണ്. കാരണം മദീനക്കാരുടെ കിബില അന്ന് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് തൻ്റെ വല്യുപ്പന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൊട്ടുള്ള മഹാരഥന്മാരായ ആളുകൾ നിസ്കരിച്ച കഅബാരത്തിലേക്കായിരുന്നു തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. മദീനത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. ഓരോ നിസ്കാര സന്ദർഭത്തിലും നബി ആഗ്രഹിക്കും കിബിലയൊന്ന് മാറിക്കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സാലിം ഗോത്രത്തിലുള്ള ഉമ്മുൽ ബിസ്ർ എന്ന് പറയുന്ന സ്വഹാബി വനിതയെ സന്ദർശിക്കാൻ വന്നു. ആ സ്വഹാബി വനിതക്ക് സുഖമില്ലായിരുന്നു. അവൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ വന്നു. അവരുടെ ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരുടെ പള്ളിയിൽ വെച്ച് ദുഹർ നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് പൂർത്തിയായി 3ാമത്തെ റക്അത്തിലേക്ക് നിൽക്കുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഓതിക്കേൾപ്പിക്കുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുബല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഐസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. നബി അങ്ങ് ഇഷ്ടപ്പെടുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞോളൂ നബിയെ. ഉടനെ തന്നെ റസൂലുള്ളാഹി നിസ്കാരത്തിൽ ഒറ്റ തിരിയല. പിന്നിലുള്ള സ്വഹാബത്തും നബി തിരിഞ്ഞതുപോലെ തിരിഞ്ഞു. അപ്പോൾ നബി പിന്നിലായി, സ്വഹാബത്ത് മുന്നിലായി. ഈ നിലക്കാണ് ബാക്കി നിസ്കാരം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നിസ്കാരത്തിൽ 2 കിബില വന്നു. അതുകൊണ്ടാണ് കിബ്ലത്തൈനി എന്ന പേര് ഈ പള്ളിക്ക് വരാൻ കാരണം. فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من
أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام മസ്ജിദുൽ ജുമാ. ഈ പള്ളിക്ക് മസ്ജിദ് ആത്തിക്ക, മസ്ജിദ് ബനി സാലിം എന്നൊക്കെ പേരുണ്ട്. ബനു സാലിമിന് ഔഫ് ഗോത്രക്കാരുടെ വീടുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിനാലാണ് പ്രസ്തുത പേര് വന്നത്. മസ്ജിദ് വാദി എന്നും പറയും. റാനുനാവ് മലപ്രദേശത്തായതുകൊണ്ടാണ് ആ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നു ഹിജ്റ വരുമ്പോൾ ഖുബായിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ബനു സാലിമിന് ഔഫ് ഗോത്രക്കാരുടെ വീടിനരികിലൂടെ പോയി. അവർ അംർ ഇബ്നു ഔഫിന്റെ പിതൃ സഹോദരന്മാരായിരുന്നു. അവർ ഖുബായിലുമാണ്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു. തങ്ങൾ ഇവിടെ ഇറങ്ങണം എന്നവർ ആവശ്യപ്പെട്ടു. തത്സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ വിടുക, ഇറങ്ങേണ്ട സ്ഥലം അതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, തങ്ങൾ കുറേ ദിവസം ഞങ്ങളുടെ പിതൃ സഹോദരന്റെ മക്കളുടെ അടുത്ത് താമസിച്ചു. ഞങ്ങളുടെ അരികിലൂടെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങാതിരിക്കുകയോ? അത് ഞങ്ങളെക്കാൾ അവർക്ക് എക്കാലത്തും ഒരു പവറായിത്തീരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇറങ്ങുകയും അന്നവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ജുമയുടെ സമയമായി. ഇസ്ലാമിലെ ആദ്യത്തെ ജുമ അവരുടെ പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ആ കാരണം കൊണ്ടാണ് മസ്ജിദുൽ ജുമാ എന്ന് ഈ പള്ളിക്ക് പേര് വരാൻ കാരണം. ഈ പള്ളിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ജുമാ എന്ന് പേര് വന്നത്. هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا